ഹലോ കിഡ്സ്. അപ്പോൾ നമ്മളിന്ന് 6th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിലെ ആദ്യത്തെ ചാപ്റ്ററായ എ ടെയിൽ ഓഫ് ടു ബേർഡ്സ് ആണ് പഠിക്കാൻ പോകുന്നത്. നമുക്ക് തുടങ്ങാം. എ ടെയിൽ ഓഫ് ടു ബേർഡ്സ്, രണ്ട് പ്രാവുകളുടെ കഥ. ദെയർ വൺസ് ലിവ്ഡ് എ ബേർഡ് ആൻഡ് ഹെർ ടു ന്യൂ ബോൺ ബേബീസ് ഇൻ എ ഫോറസ്റ്റ്. അതായത് ഒരു സമയത്ത് രണ്ട് ചെറിയ പ്രാവും അതിൻ്റെ തള്ളപ്പക്ഷിയും ഒരു കാട്ടിൽ ജീവിക്കുന്നുണ്ടായിരുന്നു. ദേ ഹാഡ് എ നെസ്റ്റ് ഇൻ എ ടോൾ ഷെയ്ഡി ട്രീ. അതായത് അവരുടെ കൂട് വലുതും തണൽ തരുന്നതുമായ മരത്തിലായിരുന്നു. ആൻഡ് ദ മദർ ബേർഡ് ടു കെയർ ഓഫ് ഹെർ ലിറ്റിൽ വൺസ് ഡേ ആൻഡ് നൈറ്റ്. അതായത് അവരുടെ അമ്മപ്രാവ് അവരെ രാത്രിയും പകലും സംരക്ഷിച്ചുകൊണ്ടിരുന്നു. വൺ ഡേ ദെയർ ഹാസ് എ ബിഗ് സ്റ്റോം. ഒരു ദിവസം അവിടെ വലിയൊരു കൊടുങ്കാറ്റ് വന്നു. ദെർ വാസ് തണ്ടർ, ലൈറ്റ്നിങ് ആൻഡ് റെയിൻ ആൻഡ് ദ വിൻഡ് ബ്ലൂ ഡൗൺ മെനി ട്രീസ്. അവിടെ ഇടിമിന്നലും കാറ്റും വന്നു. നല്ലപോലെ കാറ്റ് വീശുന്നത് കാരണം അത് കുറേ മരങ്ങളെയും താഴെ വീഴ്ത്തി. ദ ടോൾ ട്രീ ഇൻ വിച്ച് ദ ബേർഡ്സ് ലീവ് ഓൾസോ കെയിം ഡൗൺ. അതായത് അവർ താമസിച്ചിരുന്ന വലിയ മരവും താഴെ വീണു. എ ബിഗ് ഹെവി ബ്രാഞ്ച് ഹിറ്റ് ദ നെസ്റ്റ് ആൻഡ് കിൽഡ് ദ ബേർഡ്. അതായത് ഒരു വലിയ ശാഖ വന്ന്, ബ്രാഞ്ച് എന്ന് വെച്ചാൽ ശാഖ, ഒരു വലിയ ശാഖ വന്ന് കൂട്ടിൽ വീണ് ആ അമ്മപ്പക്ഷിയെ കൊന്നുകളഞ്ഞു. ഫോർച്ചുനേറ്റ്ലി ഫോർ ദ ബേബി ബേർഡ്സ് ദ സ്ട്രോങ് വിൻഡ് ബ്ലൂ them away to the other side of the forest. അതായത് ആ കുഞ്ഞുങ്ങളുടെ ഭാഗ്യം കാരണം ആ കാറ്റ് അവരെ കാടിൻ്റെ അപ്പുറത്തെ വശത്തേക്ക് കൊണ്ടുപോയിട്ട്. വൺ ഓഫ് ദം കെയിം ഡൗൺ നിയർ എ കേവ് വെയർ എ ഗ്യാങ് ഓഫ് റോബേർഡ്സ് ലീവ്ഡ്. അതിലൊരു പക്ഷി, ആ രണ്ട് പക്ഷികളിൽ ഒരു പക്ഷി കള്ളന്മാർ താമസിക്കുന്ന ഗുഹയുടെ അരികിൽ വന്നു വീണു. ദ അതർ ലാൻഡഡ് ഔട്ട്സൈഡ് എ ഋഷീസ് ആശ്രം എ ലിറ്റിൽ ഡിസ്റ്റൻസ് അവേ. മറ്റേ പക്ഷിയാണെങ്കിൽ കുറച്ചപ്പുറത്ത് മാറി ഒരു ഋഷിയുടെ ആശ്രമത്തിലും വന്നു വീണു. ഡേയ്സ് പാസ്ഡ് ആൻഡ് ദ ബേബി ബേർഡ്സ് ബിക്കെയിം ബിഗ് ബേർഡ്സ്. ദിവസങ്ങൾ കടന്നുപോയി. അങ്ങനെ ആ ചെറിയ പക്ഷികൾ വലിയ പക്ഷികളായി മാറി. വൺ ഡേ ദ കിങ് ഓഫ് ദ കൺട്രി കെയിം ടു ദ ഫോറസ്റ്റ് ടു ഹണ്ട്. അതായത് ഒരു ദിവസം ആ നാടിൻ്റെ രാജാവ് കാട്ടിൽ വേട്ടയ്ക്കായി വന്നു. ഹി സോ എ ഡിയർ ആൻഡ് റോഡ് ആഫ്റ്റർ ഇറ്റ്. ആ രാജാവ് ഒരു കരടിയെ കാണുകയും അതിൻ്റെ പിന്നാലെ പായുകയും ചെയ്തു. ഇറ്റ് റാൻ ഡീപ്പ് ഇൻ ടു ദ ഫോറസ്റ്റ് ഫോളോഡ് ബൈ ദ കിങ്. ആ കരടി കാടിൻ്റെ ഉള്ളിലേക്ക് ഓടിപ്പോയി. രാജാവും അതിൻ്റെ കൂടെ തന്നെ പോയി. സൂൺ ദ കിങ് ലോസ്റ്റ് ഹിസ് വേ ആൻഡ് ഡിഡിൻറ്റ് നോ വെയർ ഹി വാസ്. പെട്ടെന്ന് തന്നെ ആ രാജാവിൻ്റെ വഴി നഷ്ടപ്പെടുകയും എവിടെയാണെന്ന് പോലും അറിയാൻ പറ്റാതെ നിൽക്കുകയായിരുന്നു. ഹി റോഡ് ഓൺ ഫോർ എ ലോങ് ടൈം ടിൽ ഹി കെയിം ടു ദ അതർ സൈഡ് ഓഫ് ദ ഫോറസ്റ്റ്. ആ രാജാവ് വളരെയധികം നേരം അലിഞ്ഞു തിരികെയും എന്നിട്ട് കുറേ നേരം കഴിഞ്ഞിട്ട് കാടിൻ്റെ അപ്പുറത്തെ വശത്ത് എത്തുകയും ചെയ്തു. വെരി ടയേർഡ് ബൈ നൗ ഹി ഗോട്ട് ഓഫ് ഹിസ് ഹോഴ്സ് ആൻഡ് സാറ്റ് ഡൗൺ അണ്ടർ എ ട്രീ ദാറ്റ് സ്റ്റുഡ് നിയർ എ കേവ്. കുറേ നേരം കഴിഞ്ഞ് ആ രാജാവ് രാജാവിൻ്റെ കുതിരയുടെ പുറത്തുനിന്ന് ഇറങ്ങി ഒരു മരത്തിൻ്റെ അടിയിൽ വന്നിരുന്നു. ആ കള്ളന്മാർ താമസിക്കുന്ന ഗുഹയുടെ അടുത്തായിരുന്നു ഈ മരം ഉണ്ടായിരുന്നത്. സഡൻലി ഹി ഹേർഡ് എ വോയിസ് ക്രൈങ് ഔട്ട്, ക്വിക്ലി ഹറിയപ്പ്. പെട്ടെന്ന് തന്നെ ആ രാജാവ് ഒരു ശബ്ദം കേട്ടു. ക്വിക്ലി ഹറിയപ്പ്, പെട്ടെന്നാകൂ. ദേർ സംതിങ് അണ്ടർ ദ ട്രീ. ഈ മരത്തിൻ്റെ അടിയിൽ എന്തോ ഉണ്ട്. ആ ശബ്ദം പറഞ്ഞു. കം ആൻഡ് ടേക്ക് ഹിസ് ജുവൽസ് ആൻഡ് ഹിസ് ഹോഴ്സ്. പെട്ടെന്ന് വന്ന് ഇവൻ്റെ ജുവൽസ് എന്ന് വെച്ചാൽ ആഭരണങ്ങൾ, ഇവൻ്റെ ആഭരണങ്ങളും കുതിരയെയും എടുക്കും. ഹറി ഓർ എൽസ് ഹീ വിൽ സ്ലിപ്പ് അവേ. പെട്ടെന്നാവും, അല്ലെങ്കിൽ ഇവൻ വഴുതിപ്പോവും. ദ കിങ് വാസ് അമേസ്ഡ്. ആ രാജാവ് അതിശയിച്ചു പോയി. ഹി ലുക്ക്ഡ് അപ്പ് ആൻഡ് സോ എ ബിഗ് ബ്രൗൺ ബേർഡ് ഓൺ ദ ട്രീ അണ്ടർ വിച്ച് ഹി വാസ് സിറ്റിംഗ്. ആ രാജാവ് പൊക്കത്ത് നോക്കിയപ്പോൾ മരത്തിൻ്റെ പൊക്കത്ത് ഒരു വലിയ ബ്രൗൺ നിറത്തിലുള്ള ഒരു പക്ഷി ഇരിക്കുന്നുണ്ടായിരുന്നു. ഹി ഓൾസോ ഹേർഡ് എ ഫെയിൻറ്റ് നോയ്സസ് ഇഷ്യൂയിങ് ഫ്രം ദ കേവ്. അതായത് ആ ഗുഹയിൻ്റെ ഉള്ളിൽ നിന്നും കാലച്ചുവകളുടെ ശബ്ദം കേട്ടു. ഹി ക്വിക്ക്ലി ഗോട്ട് ഓൺ ടു ഹിസ് ഹോഴ്സ് ആൻഡ് റോഡ് അവേ ആസ് ഫാസ്റ്റ് ആസ് ഹി കുഡ്. ആ രാജാവ് പെട്ടെന്ന് തന്നെ രാജാവിൻ്റെ കുതിരയുടെ പുറത്ത് കയറി അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് പോയി. സൂൺ ഹി കെയിം ടു എ ക്ലിയറിംഗ് വിച്ച് ലുക്ക് ലൈക്ക് ആൻ ആശ്രം. കുറച്ചു നേരം കഴിഞ്ഞ് തന്നെ ആ രാജാവ് ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു സ്ഥലത്തെത്തി. ആശ്രമം പോലെ ഇരിക്കുന്ന നല്ലൊരു സ്ഥലത്തെത്തി. ഇറ്റ് വാസ് ദ ഋഷീസ് ആശ്രമം. അത് ആ ഋഷിയുടെ ആശ്രമമായിരുന്നു.
The king tied his horse to a tree and sat down in its shade. ആ രാജാവിൻ്റെ കുതിരയെ ഒരു മരത്തിൽ കെട്ടിയിട്ടിട്ട് ആ മരത്തിൻ്റെ തണലിലിരുന്നു. സഡൻലി ഹി ഹേഡ് എ ജെൻറ്റിൽ വോയിസ് അനൗൺസസ്. ആ രാജാവ് പെട്ടെന്ന് തന്നെ ഒരു ശബ്ദം കേട്ടു. വളരെ നല്ല സമാധാനമുള്ളൊരു ശബ്ദമായിരുന്നു. വെൽക്കം ടു ദ ആശ്രമത്തിലേക്ക് വന്നതിന് നന്ദി. സർ പ്ലീസ് ഗോ ഇൻസൈഡ് ആൻഡ് റെസ്റ്റ്. ദയവ് ചെയ്ത് അകത്ത് പോയി കുറച്ച് റെസ്റ്റ് എടുക്കും. ദ ഋഷി വിൽ ബി ബാക്ക് സൂൺ. ഋഷി പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. ദർ സം കോൾഡ് വാട്ടർ ഇൻ ദ പോട്ട്. അകത്ത് ഒരു കുടത്തിൽ തണുത്ത വെള്ളം വെച്ചിട്ടുണ്ട്. പ്ലീസ് മേക്ക് യുവർ സെൽഫ് കംഫർട്ടബിൾ. നിങ്ങൾ തന്നെ സമാധാനമായിരിക്കുക. ദ കിങ് ലുക്ക്ഡ് അപ്പ് ആൻഡ് സോ എ ബിഗ് ബ്രൗൺ ബേർഡ് ഇൻ ദ ട്രീ. ആ രാജാവ് പൊക്കത്തോട്ട് നോക്കിയപ്പോൾ ഒരു വലിയ ബ്രൗൺ നിറത്തിലുള്ള പക്ഷി ഇരിക്കുന്നത് കണ്ടു. ഹി വാസ് അമേസ്ഡ്. ആ രാജാവ് അതിശയിച്ചു പോയി. ദിസ് വൺ ലുക്സ് ലൈക്ക് ദ അതർ ബേർഡ് ഔട്ട്സൈഡ് ദ കേവ്. ഈ പക്ഷി കേവിൻ്റെ പുറത്ത്, അതായത് നേരത്തെ രാജാവിനെ മോഷ്ടിക്കാൻ പറഞ്ഞ ആ കേവിൻ്റെ അടുത്ത് നിന്ന് പക്ഷിയും ഒരേപോലെ ഇരിക്കുന്നു. ഹി സെഡ് ടു ഹിംസെൽഫ് ലൗഡ്ലി, യു ആർ റൈറ്റ് സാർ. അതായത് ഒച്ചത്തിൽ പറഞ്ഞു. ആ രാജാവ് അങ്ങനെ ഒച്ചത്തിൽ പറഞ്ഞു. യു ആർ റൈറ്റ് സാർ ആൻസർഡ് ദ ബേർഡ്. നിങ്ങൾ ശരിയാണെന്ന് ആ ബേർഡ് പറഞ്ഞു. ഹി ഈസ് മൈ ബ്രദർ ബട്ട് ഹി ഹാസ് മെയ്ഡ് ഫ്രണ്ട്സ് വിത്ത് ദ റോബേഴ്സ്. അതെൻ്റെ സഹോദരനാണ്, പക്ഷേ അവൻ കള്ളന്മാരുടെ കൂടെയാണ് ചങ്ങാത്തം കൂടിയിരിക്കുന്നത്. അങ്ങനെ ആ പക്ഷി പറഞ്ഞു. ഹി നൗ ടോക്സ് ആസ് ദേ ഡു. അവൻ ഇപ്പോൾ ആ കള്ളന്മാർ സംസാരിക്കുന്നത് പോലെയാണ് സംസാരിക്കുന്നത്. ഹി ഡസ് നോട്ട് ടോക്ക് ടു മീ എനിമോർ. അവൻ എന്നോട് ഇപ്പോൾ ഒന്നും സംസാരിക്കാറില്ല. ജസ്റ്റ് ദെൻ ദ ഋഷി എൻറ്റേർഡ് ദ ആശ്രം. അപ്പോൾ തന്നെയായിരുന്നു അവിടുത്തെ ഋഷി ആശ്രമത്തിലോട്ട് വരുന്നത്. വെൽക്കം സാർ, ഹി സെഡ് ടു ദ കിങ്. വന്നതിന് നന്ദി, ആ രാജാവിനോട് പറഞ്ഞു. പ്ലീസ് കം ഇൻസൈഡ് ആൻഡ് മേക്സ് യുവർ സെൽഫ് അറ്റ് ഹോം. അകത്തോട്ട് വന്ന് വീട്ടിലുള്ളതുപോലെ തന്നെ നല്ലോണം ഇരിക്കുമെന്ന് ഋഷി പറഞ്ഞു. യു ലുക്ക് ടയേർഡ്. നിങ്ങൾ വളരെ ക്ഷീണിതനാണെന്ന് തോന്നുന്നു. റെസ്റ്റ് ഫോർ എ വൈൽ. കുറച്ചു നേരം വിശ്രമിക്കൂ. ദെൻ യു ക്യാൻ ഷെയർ മൈ ഫുഡ്. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഭക്ഷണം നൽകാം. ദ കിങ് ടോൾഡ് ദ ഋഷി ദ സ്റ്റോറി ഓഫ് ദ ടു ബേർഡ്സ് ആൻഡ് ഹൗ ഈച്ച് ഹാഡ് ബിഹേവ്ഡ് സോ ഡിഫറെൻ്റ്ലി ദോ ദേ ലുക്ക്ഡ് സോ എലൈക്ക്. ആ രാജാവ് ആ ഋഷിയോട് ആ രണ്ടു പക്ഷികളുടെ കഥ പറഞ്ഞു കൊടുത്തു. രണ്ടും ഒരുപോലെ ഇരിക്കുന്നെങ്കിലും എങ്ങനെയാണ് അവരുടെ സ്വഭാവത്തിൻ്റെ വ്യത്യാസമെന്ന് ഋഷിക്ക് രാജാവ് പറഞ്ഞു കൊടുത്തു. ദ ഫോറസ്റ്റ് ഈസ് ഫുൾ ഓഫ് സർപ്രൈസ്. കാട് മൊത്തവും ദ ഫോറസ്റ്റ് ഈസ് ഫുൾ ഓഫ് സർപ്രൈസ്. ഈ വനം മൊത്തവും സർപ്രൈസുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതാണ്. ഹി സെഡ്. ഋഷി പറഞ്ഞു. ദ ഹോളി മാൻ സ്മൈൽഡ് ആൻഡ് സെഡ്, ആഫ്റ്റർ ഓൾ. ഋഷിയല്ല പറഞ്ഞത്. ദ ഫോറസ്റ്റ് ഈസ് ഫുൾ ഓഫ് സർപ്രൈസസ്. അത് ആ രാജാവാണ് പറഞ്ഞത്. ഓക്കെ. ദ ഹോളി മാൻ സ്മൈൽഡ്. അതായത് ആ ഋഷി ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ആഫ്റ്റർ ഓൾ വൺ ഈസ് നോൺ ബൈ ദ കമ്പനി വൺ കീപ്സ്. അതായത് കൂട്ടുകൂടുന്ന ഒരാൾ വെച്ചിരിക്കുന്ന കമ്പനി എന്ന് വെച്ചാൽ കൂട്ടാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒരാൾ വെച്ചിരിക്കുന്നത് കൂട്ടാണ് അയാളെ പറ്റി പറയുന്നത് എന്നാണ് ഋഷി പറഞ്ഞത്. ദാറ്റ് ബേർഡ് ഹാസ് ഓൾവേസ് ഹേർഡ് ദ ടോക്ക് ഓഫ് റോബേർഡ്സ്. ആ പക്ഷി എപ്പോഴും കള്ളന്മാർ സംസാരിക്കുന്നതാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹീ ഇമിറ്റേറ്റ്സ് ദം ആൻഡ് ടോക്സ് അബൌട്ട് റോബിങ് പീപ്പിൾ. ആ പക്ഷി കള്ളന്മാർ പറയുന്നവരെ പറയുകയും ആൾക്കാരെ കള്ളന്മാർ സംസാരിക്കുന്ന ആൾക്കാരെ മോഷ്ടിക്കുന്ന കാര്യമാണ് ആ പക്ഷി പറയുന്നത്. ദിസ് വൺ ഹാസ് റിപ്പീറ്റഡ് വാട്ട് ഹീ ഹാസ് ഓൾവേസ് ഹേർഡ്. ആ പക്ഷി പറയുന്നത് എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ആ പക്ഷി പറയുന്നത്. ഹി വെൽക്കംസ് പീപ്പിൾ ടു ദ ആശ്രം. ഇവൻ ആൾക്കാരെ ആശ്രമത്തിലേക്ക് ക്ഷണിക്കും. നൗ കം ഇൻസൈഡ് ആൻഡ് റെസ്റ്റ്. അകത്ത് വന്ന് വിശ്രമിക്കുക, ഋഷി പറഞ്ഞു. ഐ വിൽ ടെൽ യു മോർ അബൌട്ട് ദിസ് പ്ലേസ് ആൻഡ് ദിസ് ബേർഡ്സ്. ഞാൻ നിങ്ങൾക്ക് ഈ സ്ഥലത്തെക്കുറിച്ചും ഈ പക്ഷികളെക്കുറിച്ചും കൂടുതൽ ഇനി പറഞ്ഞുതരാം. ഓക്കെ. അപ്പോൾ ഇത് വെച്ച് നമ്മുടെ ചാപ്റ്റർ തീർന്നു.
അപ്പോൾ ഒരാൾ ആരുടെയൊക്കെ കൂടെ സുഹൃത്ത് ബന്ധം സ്ഥാപിക്കുന്നു, അങ്ങനെയാണ് ഒരാൾക്ക് നല്ലതും ചീത്തയാകാൻ പറ്റുന്നത് എന്നാണ് ഈ കഥ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം.